ഹലോ ക്ലാസ് ഉണ്ടോ? ഹലോ ഹലോ അശ്വിൻ ഉണ്ടോ? സാർ ക്ലാസ് റെപ്പിന്റെ നെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞായിരുന്നേ. ഹലോ സാർ, ബാക്കിയുള്ളവരുടെ ബാക്കി പറഞ്ഞു. സാർ നെറ്റ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ബാക്കി 29 വരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യാൻ പറയും. So hello students, good afternoon to everyone. So റേഡിയേഷൻ്റെ ഒരു എൻഡിലേക്ക് പോവാണ്. Actually we are discussing about the radiation heat exchange between two gray surfaces. Black body എന്നറിയാം, ഗ്രേ സർഫസ്. ബ്ലാക്ക് ബോഡി അല്ലാത്ത ബോഡീസ് ആണ് ഗ്രേ ബോഡീസ് എന്ന് പറയാം. ഗ്രേ ബോഡി, റിയൽ ബോഡി അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് 3 types ഓഫ് ബോഡിയാണ് റേഡിയേഷൻ വരുന്നത്. വൺ ഈസ് ബ്ലാക്ക് ബോഡി, സെക്കൻഡ് വൺ ഇറ്റ്സ് എ ഗ്രേ ബോഡി, ആൻഡ് തേർഡ് വൺ ഇറ്റ്സ് എ റിയൽ ബോഡി. ഇപ്പം ബ്ലാക്ക് ബോഡി എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡി അതിന്റെ എമിസിവിറ്റി വാല്യൂ 1. And the emissivity value will be 1 for a black body. Black body case emissivity 1. The grey body case emissivity value will be a fixed value, say 0.8 or 0.7. അങ്ങനെ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ റിയൽ ബോഡി ആണെങ്കിൽ സോ ദ emissivity will vary according to its wavelength. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേ ബോഡിയെ കുറിച്ചാണ്. ഗ്രേ ബോഡി എമിസിവിറ്റി വാല്യൂ ഇറ്റ്സ് എ ഫിക്സഡ്. ഓക്കെ, എന്തായാലും ഗ്രേ ബോഡി, വൈറ്റ് ബോഡി അതിന്റെ ഡിസ്കഷൻ പിന്നീട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ റേഡിയേഷൻ ഒരു റിയൽ സർഫസിൽ ഫോളോ ചെയ്യുന്നു. അപ്പൊ അതിന് വരുന്ന ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, ആ ബോഡി നാച്ചുറലി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. നാച്ചുറലി ഇറ്റ് ഈസ് എമിറ്റിംഗ് റേഡിയേഷൻ. ദ എനർജി എമിറ്റഡ് by natural means it is equal to epsilon into EB, where epsilon is the emissivity of that body or surface. Then അതിലേക്ക് കുറച്ച് റേഡിയന്റ് എനർജി fall ചെയ്യുന്നുണ്ട്. That is, some radiation is falling on the surface, some it is transmitted, some it is reflected, and some part it is absorbed. പക്ഷേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു it is an opaque body. Opaque body means there is no transmission across the object. വലിയൊരു സൈസ് ആണ് വിചാരിക്കുക, big size one, so there is no possibility of transmission. Okay,
So all the energy it is being absorbed and some part it is being reflected. Okay. Next, അതിൽ വന്ന രണ്ട് ഡെഫിനേഷൻസ് ആണ്. എന്താണ് ഇറേഡിയേഷൻ, എന്താണ് റേഡിയോസിറ്റി. ഇറേഡിയേഷൻ എന്ന് പറഞ്ഞാൽ so the total energy falling on a surface, so the total radiation energy incident upon a surface per unit area per unit time. ഒരു യൂണിറ്റ് ഏരിയയിൽ വന്നു വീഴുന്ന റേഡിയൻ എനർജി ആണ് ഇറേഡിയേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി റേഡിയോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറലി ആ സർഫസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എപ്സിലോൺ ഇ ബി പ്ലസ് റിഫ്ലക്ട് ചെയ്യുന്ന എനർജി റോ ഇൻറ്റു ജി, where rho is the reflectivity. നമുക്കറിയാം rho it is defined as G R divided by GR. GR is the amount of energy it is reflected. This is G is the total incident radiation. So GR by R. So GR, if you take GR is equal to rho into GR. അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടിനും കൂടെ സമ്മാണ് റേഡിയോസിറ്റി എന്ന് പറയുന്നത്. റേഡിയോസിറ്റി ഇസ് സമ്മേഷൻ ഓഫ് ദി റിഫ്ലക്റ്റഡ് റേഡിയേഷൻ പ്ലസ് എമിറ്റഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പം ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മുടെ ഡെറിവേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. സോ ദ റേഡിയോസിറ്റി J is equal to epsilon dB പ്ലസ് റോ ജി ആണ്. റോ ജി എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് റേഡിയേഷൻ, എപ്സിലോൺ ഡി ബി എന്ന് വെച്ചാൽ എമിറ്റഡ് റേഡിയേഷൻ. അപ്പം ഏത് ബോഡി എടുത്തു കഴിഞ്ഞാൽ അറ്റ് അബ്സല്യൂട്ട് ഏത് ബോഡി, സോ വാട്ട് എവർ ദ സൈസ് ഓഫ് ദ ബോഡി, ഓൾ ബോഡീസ് എബോവ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ വിൽ എമിറ്റ് റേഡിയേഷൻ. എല്ലാ ബോഡീസും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എമൗണ്ട് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഇസ് എപ്സിലോൺ ഡി. പിന്നെ ഇവിടെ കുറച്ച് റേഡിയേഷൻ ഇൻസിഡന്റ് വരുന്നതുകൊണ്ട്, സോ ഇറ്റ് ഈസ് സം റേഡിയേഷൻ ഫോളിംഗ് ഓൺ എ സർഫസ് ആൻഡ് ഇസ് റിഫ്ലക്റ്റഡ് ആൻഡ് എമൗണ്ട് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇസ് റോ ജി. അപ്പം റിഫ്ലക്റ്റഡ് റേഡിയേഷൻ പ്ലസ് എമിറ്റഡ് റേഡിയേഷൻ അതിന്റെ സമ്മാണ് റേഡിയോസിറ്റി. അത് തന്നെയാണ് ഈ ഒരു പാർട്ടിലേക്ക് എഴുതിയിരിക്കുന്നത്, എപ്സിലോൺ ഡി ബി പ്ലസ് റോ ജി. ഇത് നമുക്കറിയാം അബ്സോർബിറ്റിവിറ്റി പ്ലസ് റിഫ്ലക്റ്റിവിറ്റി പ്ലസ് ട്രാൻസ്മിറ്റിവിറ്റി ഇസ് ഈക്വൽ ടു 1. അതിൽ ഒപ്പേക് ബോഡി ആയിട്ട് ദിസ് ടേം H0, സോ ആൽഫ പ്ലസ് റോ ഇസ് ഈക്വൽ ടു 1. നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഈ റോനെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് എപ്സിലോൺ 1 മൈനസ് ആൽഫ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഹിയർ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് റോയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഇൻറ്റു ജി. എപ്സിലോൺ ബി അതേപോലെ റിട്ടൈൻ ചെയ്യുന്നു, എപ്സിലോൺ ഇ ബി റിട്ടൈൻ ചെയ്യുന്നു ജെ. ഓക്കെ, സോ ഇത്രയും സ്റ്റെപ്പ് മനസ്സിലാൻ വിചാരിക്കുന്നു. സോ ജെ ഈക്വൽ ടു എപ്സിലോൺ ഇ ബി ഇൻസ്റ്റെഡ് ഓഫ് റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഇൻറ്റു ജി. ഇനി അറിയാം ബൈ ക്രിർച്ചോഫ് ലോ അനുസരിച്ച് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ആൽഫ when the body is in thermal equilibrium with the surroundings. So ആൽഫയ്ക്ക് പകരം റീപ്ലേസ്മെന്റ് വരുന്നു. സോ ആൽഫ ഇസ് ഈക്വൽ ടു എപ്സിലോൺ. കാരണം ഇവിടെ ഒരു എപ്സിലോൺ ഉണ്ട്, ഇവിടെ ഒരു എപ്സിലോൺ ടേം ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ആൽഫ ഇസ് ഈക്വൽ ടു എപ്സിലോൺ. അതാണ് ഇത്. ഈ ഒരു ടേം വരുന്നത് ബൈ ക്രിർച്ചോഫ് ലോ അനുസരിച്ചാണ്. ക്രിർച്ചോഫ് ലോ അബ്സോർബിറ്റിവിറ്റി ഇസ് ഈക്വൽ ടു എമിസിവിറ്റി. അത് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്താണ് ബൈ ക്രിർച്ചോഫ് ലോ. So this is by Kirchhoff law. Kirchhoff law അനുസരിച്ച് എമിസിവിറ്റി ഇസ് ഈക്വൽ ടു അബ്സോർബിറ്റിവിറ്റി ആണ്. ഇത്രയും സ്റ്റെപ്പും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. So J is equal to epsilon AB plus 1 minus into alpha. Alpha is going to replace it with epsilon. So we have this expression. J is equal to epsilon AB plus 1 minus epsilon into G.
ഇനി നമ്മൾ ജി ടേംസിലേക്ക് മാറ്റാം. റീഅറേഞ്ച് നോക്കാണ്. ജി ഇസ് എ ഇൻസിഡന്റ് റേഡിയേഷൻ, ഇറേഡിയേഷൻ. ഇൻസിഡന്റ് റേഡിയേഷൻ ഓർ ഇറേഡിയേഷൻ ആണ് ജി എന്ന് പറഞ്ഞാൽ. ജിയുടെ ടേംസ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് ഈക്വൽ ടു ജി is equal to j minus epsilon EB, j minus epsilon EB divided by 1 minus epsilon, divided by 1 minus epsilon. So G യുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. G is equal to j minus epsilon EB divided by 1 minus epsilon. So ഇത്രയും സ്റ്റെപ്പും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പോകുന്ന വെച്ചാൽ നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ്. ഈ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന നെറ്റ് എനർജി, ഈ ഒരു സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന നെറ്റ് എനർജി. കാരണം ഇവിടെ കുറച്ച് റേഡിയേഷൻ പോകുന്നുണ്ട്, ഇവിടെ കുറച്ച് റേഡിയേഷൻ വരുന്നുണ്ട്. സോ ഇത് തമ്മിലുള്ള നെറ്റ് എനർജി എക്സ്ചേഞ്ച്, നെറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ജെ മൈനസ് ജി ആയിരിക്കും. ഓക്കെ, അതാണ് നെറ്റ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജെ മൈനസ് ജി ദിസ് നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ്. ജെ മൈനസ് ജി ദർ ഈസ് നെറ്റ് എനർജി ലിവിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ പോകുന്ന നെറ്റ് എനർജി ലിവിംഗ് ദ സർഫസ് ജെ മൈനസ് ജി. ജെ എന്ന് വെച്ചാൽ ഇൻസിഡന്റ് റേഡിയേഷൻ, ദർ ഈസ് ഇറേഡിയേഷൻ. സോറി, ജെ എന്ന് വെച്ചാൽ റേഡിയോസിറ്റി. റേഡിയോസിറ്റി എന്ന് വെച്ചാൽ ഈ ടേമാണ് സമ്മേഷൻ റിഫ്ലക്ട് റേഡിയേഷൻ ആൻഡ് എമിറ്റ് റേഡിയേഷൻ. ദെൻ ജി എന്ന് വെച്ചാൽ ഇൻസിഡന്റ് റേഡിയേഷൻ. സോ ജെ മൈനസ് നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഈ ജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്ന് വെച്ചാൽ ക്യൂ നെറ്റ് ബൈ എ, ക്യൂ നെറ്റ് ബൈ എ ഇസ് ഈക്വൽ ടു ജെ മൈനസ് ജിക്ക് പകരം ജെ മൈനസ് എപ്സിലോൺ ഇ ബി divided by 1 minus epsilon. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരിക. ക്യൂ നെറ്റിന് പകരം ക്യൂ നെറ്റ് ഇസ് ഇക്വൽ ടു ജെ മൈനസ് ജി, ജി ഇസ് ഇക്വൽ ടു ജെ മൈനസ്, ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ജി ഇസ് ഇക്വൽ ടു ജെ മൈനസ് എപ്സിലോൺ ഇ ബി divided by 1 minus epsilon. അപ്പോൾ ഈ രണ്ട് പാരാമീറ്റർ ഉണ്ടാവും. സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ക്യൂ നെറ്റ് ബൈ എ ഇസ് ഇക്വൽ ടു ജെ മൈനസ് ജി ഇസ് ഇക്വൽ ടു ജെ മൈനസ് എപ്സിലോൺ ഇ ബി divided by 1 minus epsilon. ഓക്കെ, ഇനി അതെല്ലാം കുറച്ച് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ സോ ക്യൂ നെറ്റ് ബൈ എ ഇസ് ഈക്വൽ ടു ജെ മൈനസ് എപ്സിലോൺ ഇ ബി divided by 1 minus epsilon. ഇനി 1 minus epsilon LCM എടുക്കുക. സോ 1 minus epsilon to j minus 1 minus epsilon this term into remaining term, that is minus j minus epsilon EB. അതിനെ വീണ്ടും ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യുന്നു. ജെ മൈനസ് ജെ എപ്സിലോൺ മൈനസ് ജെ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് എപ്സിലോൺ EB divided by 1 minus epsilon ഈക്വൽ ടു റീഅറേഞ്ച്മെന്റ്. ഇവിടെ ജെ ഉണ്ട്, ജെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ രണ്ടിടത്ത് എപ്സിലോൺ കോമൺ ആണ്. സോ എപ്സിലോൺ ഇൻറ്റു EB minus j, epsilon EB minus j divided by 1 minus epsilon. Okay, നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ് Q by A, Q net by A equal to J minus G എന്നായിരുന്നു. ജിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ J minus ജിക്ക് പകരം J minus epsilon EB divided by 1 minus epsilon കിട്ടിയത്. അതിനുശേഷം ഫർദർ ആയിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തു. ഫർദർ ആയിട്ടെന്ന് വെച്ചാൽ ഈ 1 minus epsilon 1 minus epsilon LCM ആയിട്ട് എടുത്തു. 1 minus epsilon J minus 1 minus epsilon minus J minus into bracket J minus epsilon EB and the brackets remove ചെയ്തു. അതിനുശേഷം on simplification you will get this expression epsilon into EB minus J
divided by 1 minus epsilon. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ തെർമൽ റെസിസ്റ്റൻസ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോകാം. തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന തെർമൽ റെസിസ്റ്റൻസ്, ഇവിടെയും അതേപോലെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് കോൾഡ് സർഫസ് റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു. ഇവിടെ നമ്മൾ യൂഷ്വലി T1 minus T2, for example, Q is equal to H A delta T, convection equation. So this is equal to delta T, that is driving potential divided by 1 by HA. ഇതിനാണ് റെസിസ്റ്റൻസ്, കൺവെക്ഷൻ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയാം, RTH. അതേപോലെ ഇവിടെയും ഡ്രൈവിംഗ് സാധനം EB മൈനസ് J ആണ്. സോ EB മൈനസ് J നെ ന്യൂമറൽ ഇട്ടു. ബാക്കി റിമൈനിങ് ടൈംസ് 1 minus epsilon by epsilon, 1 minus epsilon by epsilon. ഇവിടെ Q by നെറ്റ് ഈ ട്രാൻസ്ഫർ ഏരിയ ഉള്ളത്, ആ ഏരിയനെ ഇവിടെ കൊണ്ടുപോകും. അങ്ങനെയാണ് 1 minus epsilon by A epsilon ഉള്ളത്. So Q net is equal to A into epsilon into EB minus J divided by 1 minus epsilon. ഇതിൽ EB minus J മാത്രം ന്യൂമറേറ്റർ ഇട്ടു. ബാക്കിയുള്ള ടേംസ് ദാറ്റ് ഈസ് 1 minus epsilon by epsilon. ഈ ടേമിനെയാണ് പറയുക that is 1 minus epsilon by A epsilon. It is called surface resistance. നമ്മുടെ റേഡിയേഷനിൽ രണ്ട് റെസിസ്റ്റൻസ് വരും. One is surface resistance and another is space resistance. Space resistance എന്താണെന്നാണ് ഫർദർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Two resistance, one is surface resistance and space resistance. Actually ഈ മീഡിയത്തിൽ കൂടെ ആണല്ലോ പോകുന്നത്. സോ ദർ ബി എ സ്പേസ് റെസിസ്റ്റൻസ് ഓൾസോ. സ്പേസ് റെസിസ്റ്റൻസ് ഓൾസോ കാരണം ഈ ഒരു ബോഡി രണ്ട് എമിറ്റിംഗ് സർഫസ് ആണ്. രണ്ട് എമിറ്റിംഗ് സർഫസ്, വൺ സർഫസ് അനദർ സർഫസ്. അപ്പം ഈ സർഫസിലുള്ള റെസിസ്റ്റൻസ് ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്, സർഫസ് റെസിസ്റ്റൻസ്. അതുകൂടാതെ ഒരു സ്പേസ് റെസിസ്റ്റൻസ്, കാരണം മീഡിയം വെച്ചിട്ട് ഒരു റെസിസ്റ്റൻസ്, അതാണ് സ്പേസ് റെസിസ്റ്റൻസ്. അപ്പം അതിനെ കുറിച്ചാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്പേസ് റെസിസ്റ്റൻസ് അല്ല, സർഫസ് റെസിസ്റ്റൻസ് എന്ന് കണ്ടു. സോ സർഫസ് റെസിസ്റ്റൻസ് ഈസ് 1 minus epsilon by A epsilon. സോ ഈ ഡിനോമിനേറ്റർ ടേമാണ് സർഫസ് റെസിസ്റ്റൻസ്, സർഫസിലുള്ള റെസിസ്റ്റൻസ്. അതിന്റെ EB മൈനസ് J ആണ് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ EB മൈനസ് J ഇറ്റ് ഇസ് സർക്യൂട്ട്. അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് എടുക്കുന്ന 1 minus epsilon by A epsilon. നമ്മൾ ടെമ്പറേച്ചർ ഇപ്പം Q is equal to conduction parameter Q is equal to KA into delta T by L. So in the thermal resistance from delta T by L by KA. L by K is the thermal resistance. ഇവിടെ നമ്മൾ T1 T2 ടെമ്പറേച്ചേഴ്സ് ആക്കി, then L by K നെ തെർമൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയും ഫോർ കണ്ടക്ഷൻ. അതേപോലെ ഇവിടെയും EB and J are the driving potential. T1 minus T2 എന്ന് പറയുന്നത് പോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതേപോലെ EB minus J ഇറ്റ്സ് എ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. അതിന്റെ ഒപ്പോസ് ചെയ്യുന്നത് 1 minus epsilon by A epsilon ആണ്. ഓക്കെ, അതാണ് സർഫസ് റെസിസ്റ്റൻസ് എന്ന്. സോ സർഫസ് റെസിസ്റ്റൻസ് ഈസ് 1 minus epsilon by A epsilon. ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ EB minus J. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്പേസ് റെസിസ്റ്റൻസ് കുറിച്ച് പറയാം. സ്പേസ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ രണ്ട് ബോഡി എടുത്തു. രണ്ട് ബോഡിയിൽ ഒരു ബോഡിയിൽ നിന്ന് J1 എമൗണ്ട് വരുന്നു. അപ്പം J1 എമൗണ്ട് വരുന്നു. രണ്ടാമത്തെ ബോഡിയിൽ അത് കുറച്ച് എനർജി റിസീവ് ചെയ്യും. അപ്പം ടോട്ടൽ എനർജി ലീവിംഗ് സർഫേസ് J1A1 ആണ്. J1A1 എന്ന് പറയുന്ന എമൗണ്ട് ആണ്, സോറി J1A1 എമൗണ്ട് ആണ് ഈ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്നത്. This is surface 1. Surface 2 ൽ
വരുന്ന ചില ഷേപ്പ് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യും. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി റീച്ച് സർഫസ് ടൂവിൽ വരുന്ന എനർജി J1 A1 ആണ് ടോട്ടൽ വരുന്നത്. അതിൽ F12 ആണ് ആ ഫ്രാക്ഷൻ ആണ് നമ്മുടെ ടോട്ടൽ എനർജി ദാറ്റ് ഈസ് റീച്ചിങ് ദ സർഫസ് 2. J1 A1 എന്ന് ലീവ് ചെയ്യും, 2ലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് J1 A1 F1. അതേപോലെ തന്നെ 2ൽ നിന്ന് ലീവ് ചെയ്യും, 1ൽ എത്തുകയും ചെയ്യുന്ന എനർജി വെച്ചാൽ J2 A2 ആണ്. കാരണം ഇതിന്റെ J2 ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് J2 ആണ്, അതിന്റെ റേഡിയോസിറ്റി, അതിന്റെ ഏരിയ A2 ആണെന്ന് ഇരിക്കട്ടെ. സോ J2 A2 F21. F21 വെച്ചാൽ ഇവിടെ വരുന്ന ഈ സർഫസിൽ വരുന്ന എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഷേപ്പ് ഫാക്ടർ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഓഫ് ദ എനർജി ലീവിംഗ് ദ സർഫസ് 2 ആൻഡ് വിച്ച് ഈസ് റീച്ചിങ് ദ സർഫസ് 1. സോ J2 A2 F21 ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ നെറ്റ് 1ൽ 2ലേക്ക് പോകുന്ന നെറ്റ് റേഡിയൻ എനർജി എക്സ്ചേഞ്ച് വെച്ചാൽ J1 A1 F12 minus J2 A2 F1. So this is with respect to the first body and this is with respect to the second body. The net energy exchange is equal to J1 A1 F12 minus J2 A2 F21. ഒന്നുകൂടെ പറയാം. So we are considering two bodies. ഞാൻ രണ്ട് പ്ലേറ്റ് എടുക്കാം. One plate and another big plate. രണ്ട് പ്ലേറ്റുകൾ എടുക്കും. ഇത് ഒരെണ്ണം ഒരു ചെറിയ പ്ലേറ്റ് ആണ്. This is having area A1. This is a bigger plate having area A2. രണ്ട് ഏരിയാസ് ആണ്. ഇതിൽ നിന്ന് ഈ ഫസ്റ്റ് ബോഡിയിലെ യൂണിറ്റ് ഏരിയയിൽ വരുന്ന വെച്ചാൽ J1 ആണ് അതിന്റെ റേഡിയോസിറ്റി. അതിന്റെ ടോട്ടൽ ഏരിയ A1 ആയതുകൊണ്ട് J1 A1 ആണ് ടോട്ടൽ എനർജി A1ൽ നിന്ന് A1, അതായത് 1 എന്ന് പറഞ്ഞ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്നു. ഇത് എത്രത്തോളം 2ൽ വരും? സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ F12. ദാറ്റ് ഈസ് ഷേപ്പ് ഫാക്ടർ. അതാണ് J1 A1 F12. തിരിച്ചാണെങ്കിലോ തിരിച്ച് സെക്കൻഡ് ബോഡി 2 ആണ്. 2ന്റെ ടോട്ടൽ എനർജി എമിറ്റഡ് ഈസ് A2 എന്ന് വെച്ചാൽ റേഡിയോസിറ്റി നിങ്ങൾക്ക് അറിയാം. എമിറ്റർ റേഡിയേഷൻ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേഡിയേഷൻ ഉണ്ട്. അതാണ് J2. അതിന്റെ ടോട്ടൽ ഏരിയ A2. അത്രയാണ് ടോട്ടൽ എനർജി ലീവ് ചെയ്യുന്നത്. എത്രത്തോളം എനർജി ഇവിടെ വന്ന് ഫോളോ ചെയ്യുന്നു? കാരണം അതിന്റെ ലെങ്ത് കുറവാണ്. സോ എല്ലാ എനർജി അതിൽ ഫോളോ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് J2 A2 F21. F21 ആണ് നമ്മുടെ 2ൽ നിന്ന് 1ലേക്ക് വരുന്നത്. ഇവിടെയും അതേപോലെ ഇപ്പോഴത്തെ കേസിൽ ആദ്യം പറഞ്ഞ കേസിൽ ഇവിടെ വരുന്ന ഫോളോ ചെയ്യുന്ന എനർജി വെച്ചാൽ J2 J1 A1 ആണ് ടോട്ടൽ വരുന്നത് F12. ഫസ്റ്റ് സർഫസ് വഴി സെക്കൻഡ് സർഫസ് റിസീവ് ചെയ്യുന്നത് J1 A1 ആണ് ടോട്ടൽ ഇവിടുന്ന് ഈ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്നത്. അത് സെക്കൻഡ് ബോഡിയിൽ എത്തുന്ന വെച്ചാൽ F12നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ J1 A1 into A1. ഇനി നെറ്റ് റേഡിയേറ്റ് എക്സ്ചേഞ്ച്, ഇത് നമ്മളെ നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ there is a difference. That is J1 A1 F12 minus J2 A2 F21. അതാണ് നെറ്റ് റേഡിയന്റ് എക്സ്ചേഞ്ച്. J1 A1 F12 minus J2 A2 F21.
ഇനി നമുക്ക് റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യാം. റെസിപ്രോസിറ്റി തിയറം പറയുന്നു A1F12 A2F21. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറമാണ്. A1F12 A2F21. നമുക്ക് ഈസി ആയിട്ട് എഴുതാം. A1 എയും F. സോ ഹിയർ A ആൻഡ് F. 1 സ്റ്റാർട്ട് ചെയ്യും. 1 2 വരെ A2 എടുക്കുന്നു. 2 1. 2 to 1. So A1 F12 is A2 F21. That is the reciprocity here. അങ്ങനെയാണെങ്കിൽ നമുക്ക് A1 F12 അല്ലെങ്കിൽ A2 F21 റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? This is equal to J1 A1 F12 minus J2 A2 F21 A2 F21 അതിനെ A1 F12 റീപ്ലേസ് ചെയ്യാം. This is equal to A1 F12. ഇതെന്താ വെച്ചാൽ A1 F12 നമുക്ക് കോമൺ എടുക്കാം. So A1 F12 into J1 minus J2. So J1 J2 are the driving potential divided by 1 by A1 F12. It is called the space resistance. Space resistance. So ഇവിടെയും driving potential J1 minus J2 ആണ്. J1 side, J2 other side. And A1 F12, it is the driving, it is the resistance offered by the medium. Okay, clear. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്താൽ EB മൈനസ് J ആണ്. EB മൈനസ് J ആണ്. EB മൈനസ് J അതിന്റെ റെസിസ്റ്റൻസിൽ 1 മൈനസ് എപ്സിലോൺ ഇൻടു A എപ്സിലോൺ. രണ്ടാമത് വരുന്നത് വെച്ചാൽ അനദർ റെസിസ്റ്റൻസ്. ഇവിടെ EB J1 ആണ്. ഇവിടെ EB മൈനസ് J. രണ്ടാമത് വരുന്നത് രണ്ട് സർഫസ് J1 J2 രണ്ട് റേഡിയേഷൻ യൂണിറ്റിയാണ്. അവിടെ വരുന്ന റെസിസ്റ്റൻസ് വെച്ചാൽ 1 by A1 F1. അപ്പം ഇത് നമ്മുടെ ഡയഗ്രം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. രണ്ട് സർഫസ്, 2 സർഫസ് എമിറ്റിംഗ് റേഡിയേഷൻ. അപ്പൊ അതില് ഈ സർഫസിലൂടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഈ സർഫസിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് RJ എന്ന് പറയാം. അതേപോലെ സെക്കൻഡ് സർഫസിൽ സെക്കൻഡ് സർഫസ്, ഈ സെക്കൻഡ് സർഫസിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് RI എന്ന് പറയും. സർഫസ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ നമുക്ക് യൂണിറ്റി ആണ്. കാരണം ബ്ലാക്ക് ബോഡി ആണല്ലോ ഏറ്റവും കൂടുതൽ എമിഷൻ റേഡിയേറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നത്. പക്ഷെ റിയൽ ബോഡിയുടെ കേസ് അല്ലെങ്കിൽ ഗ്രേ ബോഡിയുടെ കേസ് വെച്ചാൽ ആ വാല്യൂ കുറവായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസ് കൊണ്ടാണ്. സർഫസ് റെസിസ്റ്റൻസ് ആണ് അതിനെ റെസ്പോൺസ് അവിടെ ഉണ്ട്. സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദ 2 സർഫസ്. പിന്നെ അത് കൂടാതെ വരുന്ന റെസിസ്റ്റൻസ് ആണ് സ്പേസ് റെസിസ്റ്റൻസ്. സ്പേസ് റെസിസ്റ്റൻസ് ആണ് 1 by AI Fij എന്ന് പറയും. അത് അനലൈസ് ചെയ്തിരിക്കുക. സോ A1 F2 ആവാം അല്ലെങ്കിൽ A2 F1 ആവാം, അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. സോ ഈ ബോഡിക്ക് ഒരു എമിറ്റഡ് റേഡിയേഷൻ ആണെങ്കിൽ അതിൽ സർഫസ് റെസിസ്റ്റൻസ് വരും, സർഫസ് റെസിസ്റ്റൻസ് വരും, അതുകൂടാതെ സ്പേസ് റെസിസ്റ്റൻസ് വരും. ഇവിടെ നമ്മൾ Q എടുക്കുകയാണെങ്കിൽ Q is equal to EB1. ഇത് 1 സർഫസ് ആണ്, സോറി ഇത് 1 ആണ്, ഇത് 2 ആണെങ്കിൽ EB1 minus EB2 by summation of the resistances RI plus RIJ plus RG ഇങ്ങനെയായിരിക്കും വരിക.
നമ്മൾ നേരത്തെ നമ്മുടെ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസിൽ പറഞ്ഞതുപോലെ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസിൽ നമ്മൾ പറഞ്ഞു Q is equal to delta T overall divided by the summation of the thermal resistances എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇവിടെയും EB1 minus EB2 അതാണ് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ that is equal to delta T overall divided by the summation of the resistance അതിൽ സർഫസ് റെസിസ്റ്റൻസ് രണ്ടെണ്ണം വരും അതുകൂടാതെ സ്പേസ് റെസിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഡെറിവേഷൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ നെറ്റ്വർക്ക് ഡയഗ്രാം പ്രസ് ചെയ്തിട്ട് സോ Q net 1 minus epsilon by A epsilon, this is surface resistance. EB1 and EB2 are the driving potential. Then EB1 minus J1, EB minus J1. So this is surface resistance. ഇവിടെയും അതേപോലെ J2 minus EB2, it is a surface resistance. അത് കൂടാതെ space resistance, that is A1 F1. So Q12 net 1 ൽ നിന്ന് 2 ലേക്കുള്ള നെറ്റ് എനർജി ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു EB1 minus EB2. ഇവിടെ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് EB1 and EB2 ആണ്. divided by the resistances 1 minus epsilon A epsilon A1 epsilon 1 plus 1 by A1 F12 plus 1 minus epsilon 2 by A2 epsilon 2. ഇത്രയുമാണ് റെസിസ്റ്റൻസ്, സമ്മേഷൻ ഓഫ് റെസിസ്റ്റൻസ്. ഇതാണ് ഇതിന്റെ ബേസ് എക്സ്പ്രഷൻ. ഇതാണ് ഇതിന്റെ ബേസ് എക്സ്പ്രഷൻ. നെറ്റ് എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ബോഡീസ് എമിറ്റിംഗ് റേഡിയേഷൻ. ഇതാണ് എക്സ്പ്രഷൻ. ഇനി എമിസി ഫോർ എ ബ്ലാക്ക് ബോഡി നമുക്കറിയാം സിഗ്മ T1 raised to 4 ആണ്. എമിസി ഫോർ ഓഫ് എ സെക്കൻഡ് ബോഡി ഇറ്റ് ഈസ് സിഗ്മ T2 raised to 4 ആണ്. EB1 EB2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. സിഗ്മ T raised to 4 ബ്ലാക്ക് ബോഡി ആയതുകൊണ്ടാണ് സിഗ്മ T raised to 4. സോ സിഗ്മ T raised to 4 ഫസ്റ്റ് EB1 ആണ് T1 raised to 4, T2 raised to 4. സിഗ്മ കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കാം. സോ സിഗ്മ ഇൻറ്റു T1 raised to 4 minus T2 raised to 4 into A1. കാരണം A1 ഡിനോമിനേറ്റർ കോമൺ ആണ്, അതെങ്ങനെ എടുക്കാം. ഇതൊരു സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ദെൻ ഫർദർ ആയിട്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we can express in the form Fg12 into A1 the sigma T1 raised to 4 minus sigma into T1 raised to 4 minus T2 raised to 4. അവർ വേറെ ഒന്നും ചെയ്തില്ല. ഇത്രയും ടേമിനെ, അതായത് ഡിനോമിനേറ്റർ ഫുൾ ടേമിനെ അവിടെ Fg12 എന്ന് റെപ്രസെന്റ് ചെയ്തു. Fg12 is the entire denominator. That is 1 by 1 minus epsilon by epsilon 1 plus 1 by F12 plus 1 minus epsilon 2 by epsilon 2 into A2 by A1. So this is otherwise called gray body factor. Gray body factor. Okay, anyway, നമുക്ക് വേണ്ടുന്ന യൂസ്ഫുൾ എക്സ്പ്രഷൻ ഇതാണ്. യൂസ്ഫുൾ എക്സ്പ്രഷൻ. ബാക്കിയുള്ള സിംപ്ലിഫിക്കേഷൻ. So we need this expression. EB1 minus EB2, that's the driving potential, divided by 1 minus epsilon 1 by A1 epsilon 1 plus 1 by A1 F12 plus 1 minus epsilon 2 by A2 epsilon 2. So this expression, what we want to learn. ബാക്കിയെല്ലാം സിംപ്ലിഫിക്കേഷൻ ആണ്. ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. Where EB1, EB2 are the MC for black body, that is sigma T1 raised to 4 is equal to sigma T2 raised to 4. അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഇൻറ്റു T1 raised to 4 minus T2 raised to 4 divided by ഈ ഒരു ടേം ഡിനോമിനേറ്റർ. ഓക്കെ, സോ ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് റേഡിയേഷൻ വരുന്ന ഗ്രേ ബോഡിയുടെ കേസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് റേഡിയേഷൻ. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്.
പല കേസുകൾ പറഞ്ഞു. When the radiating bodies are infinite paraplanes, ഇൻഫൈനൈറ്റ് ഉള്ള പാരപ്ലെയിൻസ് ആണെങ്കിൽ നമുക്ക് A1 A2 എന്ന് എടുക്കാം. നമ്മുടെ ഏരിയ ഇൻഫിനിറ്റി ആണ് രണ്ട് ബോഡി. Then F12 is equal to 1. കാരണം ഈ ബോഡിയിൽ എമിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും രണ്ടാമത്തെ സർഫസ് റിസീവ് ചെയ്യുന്നുണ്ട്. So we can take this F1 is equal to 1. നമുക്കറിയാം ഇപ്പൊ രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ ടു സർഫസ് 1 and 2. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയൻ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്താ അപ്പം ഇതിൽ വരുന്ന ടെമ്പൽ F11 പ്ലസ് F12 1. നമുക്ക് സമ്മേഷൻ റൂൾ അനുസരിച്ച് F11 പ്ലസ് F12 1. ഇതില് 1 നിന്ന് 1ലേക്ക് വീഴാവുന്ന എനർജി വെച്ചാൽ 0 ആണ്. കാരണം കംപ്ലീറ്റ് റേഡിയൻ പോകും. ബാക്കി അടിച്ചാൽ F12. സോ F12 1. അതാണ് ഇവിടെ F12 1. ഓക്കെ, ആ ഇതിൽ ഇക്വേഷൻ മോഡിഫൈ കഴിഞ്ഞാൽ ഇങ്ങനൊരു എക്സ്പ്രഷൻ വരും. പിന്നീട് വെച്ചാൽ when the radiating bodies are constant cylinders or spheres, when the radiating bodies are concentric spheres, ഒരു ബോഡി സെക്കൻഡ് ബോഡി, then one inside one, second outside one. ഇവിടെ നമുക്കറിയാം ഷേപ്പ് ഫാക്ടർ 1 1 plus F12 is equal to 1. So F11 എന്ന് വെച്ചാൽ 0 ആണ്. കാരണം വെച്ചാൽ ഇതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ഇതിങ്ങനെ പോവാണ്. അതായത് ഒരു കോൺവെക്സ് സർഫസ് ആണ്. കോൺവെക്സ് സർഫസിൽ വീണ്ടും തിരിച്ച് അതിലേക്ക് ആ ബോഡിയിലേക്ക് തന്നെ വീണ്ടും ഫോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻസിഡന്റ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ F11 0 ആണ്. So F12 is equal to 1. So F12 is equal to 1. ആ ഒരു കേസിൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യും. ഓക്കെ, പിന്നീട് വെച്ചാൽ when a small body lies inside a large enclosure. ഒരു സ്മോൾ ബോഡി ലാർജ് എൻക്ലോഷറിൽ കീപ്പ് ചെയ്താൽ നമുക്കറിയാം A1 is very very small compared to A2 ആണ്. So രണ്ട് ബോഡീസ് ഒരെണ്ണം വളരെ ചെറിയ ബോഡി. So this is A1 and A2 second body. So A1 is very very small compared to A2. അങ്ങനെയാണെങ്കിൽ A1 by A2 can be approximated as 0. ആ കേസിൽ നമുക്ക് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് ആ ഡെറിവേഷൻ പോകുന്നത്. ഡെറിവേഷൻ ഒന്നുകൂടെ നോക്കുക എങ്ങനെയാണ് വന്നെന്നുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ഐഡിയ കുറച്ചുകൂടി ക്ലിയർ ആവും. ആദ്യം ഷേപ്പ് ഫാക്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 3 കേസുകളാണ്. അപ്പം ഇതിനെ വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സിലിണ്ടേഴ്സ് എന്ന് എടുക്കാം. 1 and 2. Calculate the shape factors for the configuration given below. So you can take it as 2 concentric surfaces. രണ്ടാമത്തെ ഒരു സ്ക്വയർ സെക്ഷൻ, അതിലുള്ള ഷേപ്പ് ഫാക്ടർ. തേർഡ് വൺ ഇറ്റ് ഈസ് എ ഹെമിസ്ഫെറിക്കൽ.
അപ്പൊ നമുക്ക് ഈ 3 കേസ് നോക്കാം. ഫസ്റ്റ് കേസ്, calculate the shape factors for the configuration one body and other body in a concentric fashion. To concentric types എന്നുള്ള രീതിയിൽ എടുത്തോളൂ. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻ 1 നിന്ന് 2 എന്ന് പറയുന്ന സർഫസ് 2 to 1 plus f 2 to 2 equal to 1. ഈ റേഡിയേഷൻ 2 നിന്ന് 1 വീഴാം, അതല്ല 2 നിന്ന് 2 വീഴാം. സോ ദ സമ്മേഷൻ ഇസ് ഈക്വൽ ടു 1. റേഡിയേഷൻ 2 പോസിബിലിറ്റി ഉണ്ട്. അതിലെ ഷേപ്പ് ഫാക്ടർ f221 പ്ലസ് f22 ഇസ് ഈക്വൽ ടു 1. അപ്പം ഇത് ഒരു കോൺവെക്സ് സർഫസ് ആയതുകൊണ്ട് ഈ കോൺവെക്സ് സർഫസിൽ റേഡിയൻ എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്ത് പോവാം. നമുക്കറിയാം ഇറ്റ് ഈസ് റേഡിയൻ എനർജി ഈസ് എമിറ്റഡ് ഇൻ എ ഹെമിസ്ഫെറിക്കൽ ഫാഷൻ. ഹെമിസ്ഫെറിക്കൽ ഫാഷൻ ആണ് അതായത് ഡിഫ്യൂസർ റേഡിയേഷൻ ആണ്. അപ്പോൾ ഈ റേഡിയേഷൻ ഒരിക്കലും തിരിച്ച് ആ സർഫസിലേക്ക് വീഴുന്നില്ല. സോ f22 ഇറ്റ് ഈസ് 0. സോ f21 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അതേപോലെ തന്നെ 2 നിന്ന് 1 വീഴും. അതുപോലെ തന്നെ 1 നിന്ന് 2 സോ റിട്ടേൺ. ഇവിടെ നമുക്ക് 4 റിലേഷൻസ് ആണ് എഴുതാൻ പറ്റുക. ഒന്ന് വെച്ചാൽ 2 നിന്ന് 1 വെച്ചിട്ട്, രണ്ടാമത്തെ റിലേഷൻ എഴുതാൻ പറ്റുന്ന വെച്ചാൽ 1 നിന്ന് 2 2 നിന്ന് 1 നോക്കാം. സോ f21 പ്ലസ് f22 1 എന്ന റിലേഷൻ എഴുതാം. ഇവിടെയാണെങ്കിൽ f11 പ്ലസ് f12 ഇസ് ഈക്വൽ ടു 1. ഇനി ഫസ്റ്റ് കേസിൽ f22 അതൊരു കോൺവെക്സ് സർഫസ് ആയതുകൊണ്ട് സോ ദിസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് f21 ഈക്വൽ ടു 1. രണ്ടാമത്തെ കേസിൽ f11 പ്ലസ് f12 ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് വേണ്ടുന്ന വെച്ചാൽ f11 കണ്ടുപിടിക്കണം, f12 കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടുന്ന 4 വാല്യൂസ് എന്ന് വെച്ചാൽ f11 വേണം, f12 വേണം, f21 വേണം, f22 വേണം. 4 വാല്യൂസ് ആണ് വേണ്ടുന്നത്. അപ്പൊ അതിൽ f21 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടത് f21 ഇസ് ഈക്വൽ ടു 1. അല്ല f22 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. f22 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി കണ്ടുപിടിക്കുന്നത് f11 കണ്ടുപിടിക്കണം, f12 കണ്ടുപിടിക്കണം. അപ്പം ഇത് രണ്ടിന്റെ സം 1 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അതിനെ ഏരിയ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ